എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗാർഡനൊന്നും കാണിക്കാൻ മാത്രം ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചിങ്ങനെ 10 മണിപ്പൂക്കളൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഇപ്പോൾ അത് മഴ കാരണം അധികം പൂവൊന്നുമില്ല. നമ്മളിനി ഇതിൻ്റെയൊക്കെ തലപ്പ് നുള്ളി വിടുകയാണെങ്കിൽ അതൊക്കെ നല്ലോണം പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് ചക്ക തന്നെയാണ്. ചക്ക ഞാൻ തലേദിവസം ചുളയൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചക്ക വെച്ചിട്ടൊരു മുളകുഷിയാണ് ഉണ്ടാക്കുന്നത്. അതായത് അവിയൽ പോലത്തെ ഒരു കറി. ഇതിന് വേറെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ചക്കയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പം നമ്മൾക്ക് 5-6 കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില 2 പിടി, ആവശ്യത്തിന് നാളികേരം, അതൊക്കെ ചേർത്ത് നമുക്കൊന്ന് ചതച്ച് ഒതുക്കി ഇങ്ങോട്ട് എടുക്കാം. മിക്സിയിലോ കല്ലിലോ അങ്ങനെ എന്തിലും വേണമെങ്കിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം. കുറേ അധികം വെള്ളമൊന്നും അതിൽ വേണ്ട, ജസ്റ്റ് അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൾസ് ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത്തിരി ചാറുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിനി അരപ്പിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുമല്ലോ, അപ്പോഴത്തേക്ക് അതൊരു മീഡിയം അഴവിലായിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എലിശ്ശേരി വെച്ചപ്പോഴും പലരും പറഞ്ഞു വെള്ളം കുറേ കൂടിപ്പോയിന്ന്. പക്ഷേ അതങ്ങനെയല്ല. ഈ കൽച്ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് ഓഫാക്കിയാലും കുറേ അതിൻ്റെ വെള്ളം ഇരുന്ന് വറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം മുന്നേ ഉള്ളപ്പോൾ ഓഫ് ചെയ്യണേ കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ എന്താ പറയുക, അത് സ്വതവേ ചക്ക എലിശ്ശേരി എന്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി ചാറ് തോന്നിയാലും നമ്മളതൊന്ന് ചൂടാറി വരുമ്പോൾ നല്ല കുറുകിയിരിക്കും. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേ നമ്മൾ ഈ മിക്സിലിട്ട് നന്നായിട്ട് അതിൽ കൂട്ടി മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്ക് ഇത് ഒരു നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ ആയിട്ട് കിട്ടും. നമ്മൾ വീണ്ടും ഇത് അടച്ചു വയ്ക്കുക. പിന്നെ ഇനി വേറെ പണിയൊന്നുമില്ല, അവിയലിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് മൂടി വെച്ചതിന് ശേഷം അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങ് തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ രാവിലെ മാളുവിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വേറെ കറി വെക്കണം. അതുകൊണ്ട് തന്നെ ചപ്പാത്തി നമ്മളങ്ങനെ ഷേപ്പും ഭംഗി, രൂപഭംഗി, ആകാരവടിവൊന്നും നോക്കിയിട്ടല്ല കേട്ടോ. അതൊന്നും നിങ്ങൾ ആരും നോക്കും വേണ്ട. പല പല രാജ്യങ്ങളുടെയും ഭൂപടങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഞാൻ സമയമുള്ളപ്പോൾ ഒക്കെ നല്ല ഭംഗിയിൽ ഉരുട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെ നമ്മളങ്ങോട്ട് നമ്മുടെ ആവശ്യം നടന്നാൽ മതിയല്ലോ. പിന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഞാനൊരു ലേശം ഒരിളം ചൂടുവെള്ളത്തിലും പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിത് മിക്സിയിൽ അടിച്ചിട്ടില്ല, കൈ വെച്ചിട്ട് തന്നെ കുഴച്ചതാണ്. അപ്പോൾ രാവിലത്തെ തിരക്കിൻ്റെ ഉള്ളിലാണ് കുറച്ചിങ്ങനെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവരിപ്പോൾ സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കാൻ പോകാല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കീറി പറിച്ചിട്ടൊക്കെ ആണല്ലോ തിന്നണേ. അപ്പോൾ ഇത്ര ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് കീറി പറിച്ച് തിന്നുക. അല്ലാണ്ട് എനിക്ക് ചപ്പാത്തി ഭംഗിയിൽ പരത്താൻ അറിയാത്തതിൻ്റെ യാതൊരു വിഷമത്തിലും ഞാൻ പറയണതല്ല കേട്ടോ. ഇത്ര അധികം എക്സ്പ്ലനേഷൻ എന്തിനാ തരണേന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര വട്ടത്തിലൊന്നും പരത്താൻ അറിയില്ല. നിങ്ങൾ ആരോട് പറയില്ല കേട്ടോ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നുമില്ല എന്നറിയാം കണ്ടോ. അപ്പോൾ ഇങ്ങനെ കീറുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ചക്കയുടെ ആ കറിക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചക്ക വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ഇതില്ലേ കൊള്ളിക്കിഴങ്ങില്ലേ, കൊള്ളിന്ന് വെച്ചാൽ കപ്പ. അപ്പോൾ അതിലിങ്ങനെ നന്നായി വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയുക. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു അരപ്പെന്ന് വെച്ചാൽ അങ്ങനെ അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ചതച്ചത് ഇതേ മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും അടിപൊളി കോമ്പിനേഷനാണ്. അതൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് എനിക്കറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒന്നും ഷേപ്പ് നോക്കിയിട്ട് ഷേപ്പ് നിങ്ങൾ നോക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ പറയുക, എന്നോടുള്ള സ്നേഹം വെച്ച് നിങ്ങൾ ഇതൊന്നും അങ്ങനെ കണക്കാക്കല്ലേ. ഇപ്പം എങ്ങനെ എത്രാമത്തെ ചപ്പാത്തിയാണെന്ന് നിങ്ങൾക്ക് ഷേപ്പ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാത്തിൻ്റെയും ഷേപ്പ് ഈ വകയ്ക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ കുമിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ ഉടയ്ക്കണ സംഭവമില്ലേ, എന്താ അതിന് പറയുക, മേഷർ, അത് വെച്ചിട്ടും കൂടി ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹിന്ദി ചാനലിലൊക്കെ ഉണ്ടല്ലോ, അവരെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവർ പിന്നെ എപ്പോഴും ചപ്പാത്തി പരത്തും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര പെർഫെക്റ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ അവർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചൂടുന്നത് കണ്ടാലും അതെ, അവരിങ്ങനെ ഈ കനലടുപ്പിൽ ഗ്രില്ല് പോലത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ കിട്ടുമല്ലോ,
അത് വെച്ച് അതിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കിയിട്ട് ഫുൽക്ക ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതാ നമ്മുടെ ഈ കറിയും ചപ്പാത്തിയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം മാളുവിന് അതും ചായയും കൂടി അങ്ങ് കഴിക്കാൻ കൊടുത്തു. കാരണം എനിക്ക് തിരിച്ചു വന്നിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് പോയില്ല. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാട്ടാ ഈ ഒരു കോമ്പിനേഷൻ. ഇതിങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ചക്ക കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം, അടിപൊളി സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു ചാറുള്ളത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മാളിന് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുത്തു വിടും. അപ്പോൾ അവളുടെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പം അവർക്ക് പറയുന്നുണ്ട് ഇത്ര മാളിൻ്റെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പണ്ട് അപ്പോൾ അവൾക്ക് ചപ്പാത്തിയൊക്കെ കൊണ്ടുകൊടുത്ത് തിരിച്ചു വന്ന് അത് ലാസ്റ്റത്തെയും കൂടി ഉള്ളൂ, അതും കൂടി എടുത്ത് അങ്ങ് മറച്ച് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചാൽ തന്നെ നല്ല ഭംഗിയിൽ പൊന്തി വരും കേട്ടോ. നമുക്ക് അടുത്തായിട്ട് ചാറുകറിയായിട്ട് വയ്ക്കാനുള്ളത് ചിരവയ്ക്ക എന്ന് പറയും ഞങ്ങൾ, ചുരയ്ക്ക എന്നൊക്കെ പറയും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അത് കടകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവണമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പരിചരണവും ചെയ്തു കൊടുക്കാതെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സംഭവമാണ് ഇത്. ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ജ്യൂസൊക്കെ ചിലരിങ്ങനെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നൊക്കെ പറയും. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് ചിരവയ്ക്ക കറിയായിട്ടും അതുപോലെ തന്നെ തോരനായിട്ടൊക്കെ വയ്ക്കാൻ പറ്റും. ചിരവയ്ക്ക തോരനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ കറി വെച്ച പോലെ ഇരിക്കും കേട്ടോ. അത് നമ്മൾ വേഗം അതിൻ്റെ തൊലിയൊക്കെ ചെത്തി, തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലുണ്ട്, പിന്നെ ഉള്ളിൽ അത്യാവശ്യം ഒരു ചോറുണ്ടാവും. അത് കഴിച്ചിട്ട് ഫ്ലഷ് അത്രയ്ക്കധികം ഉണ്ടാവില്ല, എന്നാൽ തന്നെയും ഒരു പകുതി ചിരക്ക കൊണ്ട് തന്നെ അത്യാവശ്യം കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. തൊലിക്ക് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കത്തി സ്ലിപ്പായി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ചിരവയ്ക്ക എന്ന് പറയുന്ന സംഭവം നമുക്ക് കട്ട് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടിട്ട്, പക്ഷേ ഞാനിപ്പോൾ അവൾക്ക് കറിയും കൂടി കൊടുത്തു വിടാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ ചെയ്യാണ്. കാരണം ആ ചക്കയുടെ പുഴുക്ക് എന്ന് പറയുന്നത് കഞ്ഞിക്ക് കഴിക്കാനാണ് കൂടുതൽ നല്ലത്. നമുക്ക് ചോറിൻ്റെ കൂടെ അത് അത്രയ്ക്ക് നല്ല കോമ്പിനേഷനല്ല, അത്യാവശ്യം സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനൊരു ഒഴിച്ചു കറിയും കൂടി വേണമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ പെട്ടെന്നാവുന്ന കറിയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ടപ്പേന്ന് തന്നെ കറി ആക്കാനും എളുപ്പത്തിൽ പറ്റുള്ളൂ. നമ്മൾ നാളികേരമൊക്കെ തലേദിവസമൊക്കെ ചിരകി ഫ്രീസറിൽ വെക്കുക. പിന്നെ ഇതൊന്നും കട്ട് ചെയ്യാനായിട്ട് അധികം നേരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ചടപടാന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതിയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം പകുതി ചേർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചെറിയൊരു പുളി ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ചെമ്മീൻ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ചെമ്മീൻ അങ്ങനെ സെപ്പറേറ്റ് കഷ്ണമായിട്ടൊന്നും ഇടുന്നില്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നിരന്തരമായ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചും, ചേച്ചി ഇങ്ങനെ കൽച്ചട്ടിയിൽ കറി വെച്ച് ഞങ്ങളെ കൊതിപ്പിക്കുകയല്ല, ഞങ്ങളുടെ കയ്യിൽ കൽച്ചട്ടിയൊന്നുമില്ല, പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കാനും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയ നമുക്ക് സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്യണ മയക്കി എടുക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കൽച്ചട്ടി ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ കൽച്ചട്ടിയിൽ തന്നെ ഡെയിലി കറി വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാവണമെന്നൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് ഞാനിന്ന് കുക്കറിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വേവുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വിസിലടുപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിസിലടുപ്പിക്കൽ കുറവാണ്. കാരണം ഒരു വിസിലങ്ങ് വരുന്നോട് കൂടിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുക. വിസിലങ്ങ് വരുന്നോട് കൂടിയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ മാറ്റി വെച്ചു. ആ സമയം നമുക്ക് വെറുതെ ഇരിക്കുന്നത് വേണ്ട, ആ കുക്കറിലെ എയറൊന്ന് തന്നെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ നാളികേരമൊക്കെ ചിരകി വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ശരിയായി കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനവിടെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലിട്ടിട്ട് അങ്ങ് വറുക്കാൻ കേട്ടോ. അല്ലാതെ കറിയിൽ ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നില്ല. ഇതൊന്ന് വറുത്ത് നമ്മൾ തുടക്കം തൊട്ടന്നെ ചേർക്കണ്ട, തുടക്കം തൊട്ടന്നെ ചേർത്ത് കൊടുത്താൽ അത് വേഗം അതങ്ങ് കരിഞ്ഞു പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തെത്തുമ്പോൾ ഒക്കെ ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു കളറൊന്ന് മാറിയിട്ടുണ്ട്, അതായത് അതിൻ്റെ ആ വൈറ്റ് കളറിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്കൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കറിവേപ്പില അതിന് സ്മെല്ല് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് ഇനി ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ എന്ന് വെച്ചാൽ തീ അങ്ങനെ ഫുൾ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. എന്ത് വറക്കുമ്പോഴായാലും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കണ്ണ് തെറ്റുമ്പോഴേക്കും കരിഞ്ഞ് പോകുന്നില്ല. കാരണം ഇതിൻ്റെ അരപ്പാണ് അതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത്. അരപ്പാകെ കരിഞ്ഞ് ടേസ്റ്റും അതിൻ്റെ കളറും ഒക്കെ മാറിപ്പോയി ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഓഫാക്കിയിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം അതിനുള്ള ചൂട് മതി, ചട്ടിക്ക് അതിനുള്ള ചൂടുണ്ടായിരിക്കും, പിന്നെ നാളികേരത്തിനൊക്കെ അതിന് ചൂടുണ്ടായിരിക്കുമല്ലോ.
പെട്ടെന്ന് തന്നെ നമ്മളൊരു കുക്കറിൻ്റെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം ഈ ചട്ടിയിൽ തന്നെ ഇനി ഇരുന്നാൽ കൂടുതൽ അങ്ങ് മൂത്ത് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചട്ടിയിലത്തെ പെട്ടെന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക, മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരയ്ക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഉപയോഗിക്കാം. പരമാവധി നമ്മൾ വെള്ളമില്ലാതെ പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, കുക്കറിൽ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നേരെ അതങ്ങ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഒരു ഉള്ളി കാച്ചി ഒഴിക്കും കൂടി വേണ്ട. പക്ഷേ കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പാര ടേസ്റ്റ് വേണ്ട. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിരവയ്ക്ക ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് പെട്ടെന്ന് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. എൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ചീത്ത പറയാനൊക്കെ കണ്ടിട്ടുണ്ട്, പ്രശ്നമുണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊക്കെ കറി വയ്ക്കാൻ തുടങ്ങിയ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ല, പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഉപ്പൊക്കെ കൂടും. അച്ഛൻ അങ്ങനെ ചീത്തൊന്നും പറയില്ല കേട്ടോ. കറി കൊടുത്ത കറിയിൽ നല്ല ഉപ്പാണെങ്കിൽ ആൾ ഊണ് കഴിച്ച് കഴിഞ്ഞവയ്ക്ക് പറയും, ആ സഞ്ചി ഇങ്ങോട്ട് എടുക്ക്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും കവറോ സഞ്ചി കൊണ്ടുപോയിട്ടാണല്ലോ കടയിലേക്ക് പോവുക. സഞ്ചി എടുക്ക്, കടയിൽ പോട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ അതും ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിക്കുന്ന അച്ഛൻ കടയിൽ പോകാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും, അതിനിവിടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു, ഉപ്പ് മുഴുവൻ നീ കൂട്ടാനിലിട്ടുമല്ലോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആക്ഷേപം, ഹാസ്യം മനസ്സിലാവുക. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇടുള്ളൂ കേട്ടോ. പക്ഷേ അച്ഛൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത്തിരി കലിപ്പ് കൂടുതലാണ്. അവർക്ക് ഉപ്പൊക്കെ ഇത്തിരി കൂടുതലായി കഴിഞ്ഞാൽ കറിയുടെ പാത്രം അങ്ങനെ ഡിസ്കസ്ത്രോ പോലെ അങ്ങനെ ഒറ്റ എറിയും. പാപ്പയൊക്കെ ഏറ്റവും താഴെ പാപ്പയുണ്ട്, ആൾക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്. ആൾ ഇട്ട് എറിയും ഡിസ്കസ്ത്രോ. അതൊക്കെ മത്സരനാണെങ്കിൽ ആൾക്കൊക്കെ നല്ല കപ്പും മെഡലൊക്കെ കിട്ടേണ്ടതാണ്. ആൾ ഭയങ്കര കോമഡിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ആൾ കോമഡി പറയും. നമ്മൾ സ്പോട്ടിൽ തന്നെ പറയും. നമുക്ക് പണ്ടൊരിക്കൽ ഞാനും ആളും കൂടി അവിടെ പോയിട്ട് മാളുവിന് കുറച്ച് ഭക്ഷണം കൊടുത്തു വിട്ടാ ഇളയമ്മ. അപ്പോൾ അവൾ വളരെ പതുക്കെ ഇങ്ങനെ ഓര പറ്റായിട്ട് ഇങ്ങനെ പിറക്കി കഴിക്കുകയാണ്. അപ്പോൾ പാപ്പ ചോദിക്കുകയാണ്, ഇവൾ വല്ല ലക്ഷണം പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 4 വയസ്സും കൂടെ ആയിട്ടുള്ളൂ. ആ കുട്ടി എന്ത് ലക്ഷണം പറയാൻ? അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല തത്ത ചീട്ടെടുക്കണ പോലെയാണ് ചോറിനണത്. അപ്പോൾ ഇനി എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് വല്ല ലക്ഷണം പറയുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അമ്മ അതിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. കുട്ടികളുടെ കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും തീരില്ല കേട്ടോ. ഞാനിനി ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം ആളുടെ കഥകളൊക്കെ. ആളൊരു വലിയ സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ചു, ചൂടാറാൻ വേണ്ടി കറി പകർത്തി വെച്ചു. മാളുവിന് കറിയാക്കി പറഞ്ഞു വിടാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബായ്.